നമസ്കാരം. പ്രധാന വാർത്തകൾ. പച്ചക്കറിയുടെ വില നിയന്ത്രിക്കുന്നതാരെ? സപ്ലൈകോയിൽ പൊതുവിപണിയേക്കാൾ വില കൂടുതൽ. വില വ്യത്യാസം 1 രൂപ മുതൽ 6 രൂപ വരെ. മുസ്ലിം ലീഗിന്റെ തടവറയിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ. ഉമ്മൻചാണ്ടി ലീഗിന്റെ ആജ്ഞാനുവർത്തിയായെന്നും CK രാജേന്ദ്രൻ. എലിയപ്പറ്റ കുളപ്പള്ളി റോഡ് നിർമ്മാണം മന്ദഗതിയിൽ. കൈലിയാട് മുതൽ എലിയപ്പറ്റ വരെ റോഡ് തകർന്നു. ടെൻഡർ പുതുക്കി നൽകാൻ കരാറുകാരന്റെ സമ്മർദ്ദമെന്നും ആരോപണം. 2 വൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സയ്ക്കായി സഹായം തേടുന്നു. ചികിത്സയ്ക്കായി ഓരോ ആഴ്ചയും ചിലവിടുന്നത് ഭീമമായ തുക. ധനലക്ഷ്മി ബാങ്ക് സംരക്ഷിക്കാൻ ജീവനക്കാരുടെ പ്രക്ഷോഭം. ബാങ്കിനെയും ജീവനക്കാരെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർ രംഗത്ത്. വിശദമായ വാർത്തകളിലേക്ക്. സർക്കാരിന്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റിലേതിനേക്കാൾ വില കുറവാണ് പച്ചക്കറിക്ക് ചെർപ്പശ്ശേരിയിലെ പൊതുവിപണിയിൽ. 1 രൂപ മുതൽ 6 രൂപയോളമാണ് വിലയിൽ വ്യത്യാസം കണ്ടത്. കുറഞ്ഞ വിലയ്ക്ക് പച്ചക്കറി ലഭിച്ചപ്പോൾ വിപണിയിലും വില കുറച്ചാണ് വ്യാപാരികൾ സർക്കാരിന് മാതൃകയായത്. സർക്കാരിന്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റിലുള്ളതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് തിങ്കളാഴ്ച ചെർപ്പളശ്ശേരിയിലെ ചില കടകളിൽ നിന്നും പച്ചക്കറി ലഭിച്ചത്. 1 രൂപ മുതൽ 6 രൂപയോളമാണ് വിലയിലെ വ്യത്യാസം. സവാളയ്ക്ക് ത്രിവേണി സ്റ്റോറിൽ 1 കിലോഗ്രാമിന് 9 രൂപയുള്ളപ്പോൾ പൊതുവിപണിയിൽ 8 രൂപയായിരുന്നു വില. ഉരുളക്കിഴങ്ങിന് ത്രിവേണി സ്റ്റോറിൽ 16 രൂപയും പൊതുവിപണിയിൽ 15 രൂപയും. കാബേജ് 20 രൂപയ്ക്ക് ത്രിവേണിയിൽ നിന്നും ലഭിക്കുമ്പോൾ പൊതുവിപണിയിൽ 14 രൂപയാണ് വില. മുരിങ്ങയ്ക്കായ 18 രൂപയ്ക്കാണ് പൊതുവിപണിയിൽ വിറ്റത്. ഇതിന് ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ 20 രൂപയോളം വില വരും. ചുവന്നുള്ളിക്ക് രണ്ടിടത്തും ഒരേ വില തന്നെയാണ്. കർക്കിടക മാസവും നോമ്പുകാലവുമായതിനാൽ പച്ചക്കറി കച്ചവടം കുറഞ്ഞെന്നും കുറഞ്ഞ വിലയ്ക്ക് പച്ചക്കറി ലഭിക്കുന്നുണ്ടെന്നും അതിനാലാണ് വില കുറച്ചതെന്നുമാണ് വ്യാപാരികൾ പറയുന്നത്. നമുക്ക് വരാൻ വേണ്ടിയപ്പോൾ കിട്ടണം, അപ്പോൾ അതിനനുസരിച്ച് വില കുറച്ച് വിൽക്കാന്ന് മാത്രമേ ഉള്ളൂ. കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പോൾ അതിനനുസരിച്ച് സാധനം വില കമ്മിയാണ്. അപ്പോൾ കിട്ടുന്ന വരെ വിൽക്കുക. ഇനിയിപ്പോൾ നാളെ വില കൂടി വെച്ചാൽ കൂട്ടും, ഇപ്പോൾ കുറഞ്ഞ കിട്ടുന്നത്, അപ്പോൾ അങ്ങനെ കുറച്ച് വിൽക്കുക. കുറഞ്ഞ വിലയ്ക്ക് പച്ചക്കറി ലഭിച്ചപ്പോൾ വിപണിയിലും വില കുറച്ചുകൊണ്ടാണ് വ്യാപാരികൾ സർക്കാരിന് മാതൃകയായത്. കുതിച്ചുയരുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്താൻ വിപണിയിൽ ഇടപെടുമെന്ന് പറഞ്ഞ സർക്കാരിനാണ് ഇവർ മാതൃകയായതെന്നതും ശ്രദ്ധേയമാണ്. മുസ്ലിം ലീഗിന്റെ തടവറയിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ പറഞ്ഞു. വിലക്കയറ്റം തടയണമെന്നാവശ്യപ്പെട്ട് CPM നടത്തുന്ന കളക്ടറേറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വാഹനജാഥയ്ക്ക് പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ജാഥ ക്യാപ്റ്റൻ കൂടിയായ CK രാജേന്ദ്രൻ. വിലക്കയറ്റം തടയുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി ആഗസ്റ്റ് 22-നാണ് CPM കളക്ടറേറ്റ് മാർച്ചും ഉപരോധവും നടത്തുന്നത്. ഉപരോധത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വാഹനജാഥയ്ക്ക് തിങ്കളാഴ്ച രാവിലെയാണ് പട്ടാമ്പിയിൽ സ്വീകരണം നൽകിയത്. വിലക്കയറ്റം തടയാൻ UDF സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നും ലീഗിന്റെ ആജ്ഞാനുവർത്തിയായാണ് മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നതെന്നും ജാഥയ്ക്ക് പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണത്തിൽ CPM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ പറഞ്ഞു. ഈ ആഗോള പ്രതിഭാസമൊക്കെ നിൽക്കുമ്പോഴാണല്ലോ കഴിഞ്ഞ 2006 മുതൽ 2011 വരെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വില കുറച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകിയത്. സോണിയാഗാന്ധിക്ക് പോലും പറയേണ്ടി വന്ന് കേരളത്തെ നോക്കി പഠിക്കാൻ, കേരളത്തിൽ വില കുറയ്ക്കാൻ, കേരളത്തിലെ ഗവൺമെന്റ് എടുക്കുന്ന മാതൃകാപരമായ നിലപാടുകൾ സ്വീകരിക്കാൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരോട് സോണിയാഗാന്ധി പറഞ്ഞു. നമ്മൾ കേട്ടതല്ലേ? എങ്ങനെ ഒരു ബദൽ നയം കേരളത്തിൽ മാത്രം നടപ്പിലാക്കാൻ സാധിക്കും? അത് നടപ്പിലാക്കാൻ കഴിയും. ഇച്ഛാശക്തി ഉണ്ടാവണം ഗവൺമെന്റിന്. ഉമ്മൻചാണ്ടിക്ക് അതുണ്ടോ? മുസ്ലിം ലീഗിന്റെ തടവറയിൽ കിടക്കുന്ന, മുസ്ലിം ലീഗിന്റെ ആജ്ഞാനുവർത്തിയായിട്ട് മുസ്ലിം ലീഗ് എന്ത് തീരുമാനിക്കുന്നു നടപ്പിലാക്കാൻ ഏറ്റവും വിശ്വസ്തനായ ഭക്തനെ പോലെ ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമാണ്. ആ മുഖ്യമന്ത്രിക്ക് സ്വതന്ത്രമായി എന്തെങ്കിലും കാര്യം തീരുമാനിക്കാൻ സാധിക്കുമോ? CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ശശി, M. ഹംസ MLA, TK നാരായണദാസ്, ഗിരിജ സുരേന്ദ്രൻ, NP വിനയകുമാർ, PP മൊയ്തീൻകുട്ടി, CP ചിത്ര തുടങ്ങിയവർ പട്ടാമ്പിയിലെ സ്വീകരണത്തിൽ പങ്കെടുത്തു. കുളപ്പള്ളി എലിയപ്പറ്റ റോഡ് തകർന്നു തന്നെ. ദിവസേന നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. മഴക്കാലമായതോടെ യാത്ര കൂടുതൽ ദുരിതപൂർണമായിരിക്കുകയാണ്. തുക വർദ്ധിപ്പിച്ചു കിട്ടാൻ കരാറുകാരൻ പണി മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. 18 കിലോമീറ്റർ ദൂരമാണ് കുളപ്പള്ളി എലിയപ്പറ്റ റോഡിനുള്ളത്. റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ PWD കരാറുകാരനെ ഏൽപ്പിച്ചിരുന്നു. കുളപ്പള്ളി മുതൽ കൈലിയാട് വരെ റോഡിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാവുകയും ചെയ്തു. കൈലിയാട് മുതൽ എലിയപ്പറ്റ വരെയാണ് ഇനി പ്രവൃത്തി തുടങ്ങാനുള്ളത്. അറ്റകുറ്റപ്പണിക്കായി മെറ്റൽ ഉൾപ്പെടെ റോഡരികിൽ കൊണ്ടുവന്നിട്ട് ഏകദേശം 10 മാസത്തോളമായി. PWD കരാറുകാരനെ ഏൽപ്പിച്ചതിന് ശേഷം 1 വർഷം കഴിഞ്ഞും പണി തുടങ്ങിയിട്ടില്ലെങ്കിൽ കരാർ പുതുക്കി നൽകണം എന്നാണ് ചട്ടം. ഇതുവഴി തുക വർദ്ധിപ്പിച്ചു കിട്ടാൻ കരാറുകാരൻ അറ്റകുറ്റപ്പണി മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന ആരോപണം ശക്തമായിട്ടുണ്ട്. നിരവധി വാഹനങ്ങളാണ് ദിവസേന ഇതുവഴി കടന്നുപോകുന്നത്. പിന്നെ കൈലിയാട് മുതൽ ചെർപ്പളശ്ശേരി വരെ, ചെർപ്പശ്ശേരി വരെ അല്ല എലിമറ്റ വരെ
മോശമാണ് റോഡ്, നമുക്ക് പോകാൻ തന്നെ പറ്റില്ല. യാത്രക്കാർ പറയും എന്താ റോഡ് ഇങ്ങനെയൊക്കെയാണ്. അപ്പം സ്പീഡ് പോകേണ്ടവർ പറയും, മറ്റേ അർജന്റ് കേസുള്ളവരൊക്കെ പറയുമല്ലോ, അവർ പറയും സ്പീഡ് വിടും. അപ്പം നമുക്ക് റോഡിൻ്റെ അവസ്ഥ നമുക്ക് അവരോട് പറയാൻ പറ്റുന്നില്ല. വാടകയുടെ കാര്യം പറയുമ്പോൾ അതും കമ്മിയാണ്. തീർച്ചയായിട്ടും പണി നമുക്ക് കഴിഞ്ഞു പറ്റും. അപ്പോൾ ചളവറ വരെ ചെയ്തിട്ടുണ്ട്, സൈഡ് വീട് കൂട്ടി വന്നിട്ടുണ്ട്. പക്ഷേ ചളവറിന് ഇങ്ങോട്ട് ഇലവറ്റാരെ ചെയ്തിട്ടില്ല. അതാ മാറിന് മീതെ കല്ലടിച്ചിട്ടുണ്ട്, പക്ഷെ പണി കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അറ്റകുറ്റപ്പണി തീർച്ചയായിട്ടും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ഈ വണ്ടിക്കാരെ മാത്രമല്ല, എല്ലാ പൊതുജനങ്ങളെ മൊത്തം. 15 ബസ്സുകൾ 50ഓളം ട്രിപ്പാണ് ഈ റോഡിലൂടെ നടത്തുന്നത്. മഴക്കാലം കൂടി എത്തിയതോടെ ഇതുവഴിയുള്ള യാത്ര കൂടുതൽ ദുരിതപൂർണമായിരിക്കുകയാണ്. സ്കൂൾ ബസ്സും വിദ്യാർത്ഥികളുമായി പോകുന്ന മറ്റ് സ്വകാര്യ വാഹനങ്ങളുടെയൊക്കെ യാത്ര പരിതാപകരമാണ്. മഴക്കാലത്ത് ചെളിക്കുളമാവുന്ന ഈ റോഡിലൂടെയുള്ള കാൽനട യാത്ര പോലും അസഹനീയമാണ്. 2 വൃക്കകളും തകരാറിലായ 23കാരൻ ചികിത്സയ്ക്കായി ഉദാരമതികളുടെ സഹായം തേടുന്നു. കോട്ടപ്പാടം കൊടുവാളിപ്പുറം അമ്പാടത്ത് ഹംസയുടെ മകൻ ഷെരീഫാണ് ഡയാലിസിസ് ചെയ്ത് ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ 2.5 വർഷമായി ഷെരീഫ് ഡയാലിസിസ് ചെയ്തു വരികയാണ്. മാസത്തിൽ 20,000-ഓളം രൂപ ചെലവ് വരുന്ന ചികിത്സ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹായത്തോടെയാണ് ചെയ്തു വരുന്നത്. 3 മാസത്തിനുള്ളിൽ 2 വൃക്കകളും മാറ്റിവെക്കണമെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ഇതിനായി 8 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഈ തുക കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ് രോഗം മൂർച്ഛിച്ചിരിക്കുമ്പോഴും ഈ 23കാരൻ. എനിക്കിങ്ങനെ 2 കിഡ്നി കംപ്ലൈന്റ് ആയിട്ട് വർക്കിംഗ് ഇല്ല. അപ്പോൾ മൗലാന ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ 2 തവണ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിഡ്നി മാറ്റണമെങ്കിൽ 8 ലക്ഷം രൂപയോളം ചെലവ് വരും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി നിങ്ങൾ സഹകരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഷെരീഫിന്റെ അമ്മ വൃക്കകൾ മകന് നൽകാൻ തയ്യാറാണ്. എങ്കിലും നിർധനരായ ഈ കുടുംബത്തിന് ഭാരിച്ച ചികിത്സാ ചെലവ് താങ്ങാനാവില്ല. അതിന് സഹായിക്കണമെന്നാണ് ഷെരീഫിന്റെ അമ്മയും അഭ്യർത്ഥിക്കുന്നത്. 2.5 വർഷമായി കിഡ്നി 2 പോയിട്ട് അവന് ചികിത്സയിലാണ്. അപ്പം അതുകൊണ്ട് 2.5 വർഷമായിട്ട് വിദേശന്മാർ നയിച്ചിട്ട് നാട്ടുകാരും കൂട്ടുകുടുംബങ്ങൾ തന്നിട്ടാണ് ഇത് ചെയ്തു പോരുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് സഹായിച്ചു തന്നിട്ട് അതിൻ്റെ കിഡ്നി മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് 8 ലക്ഷം രൂപ വരും. എൻ്റെ കിഡ്നി കൊടുത്തിട്ടാണ് അവന് മാറ്റി വെക്കുന്നത്. അപ്പം അതിന് നിങ്ങളെല്ലാവരും കൂടിയിട്ട് എനിക്ക് സഹായിച്ച് അത് മുന്നോട്ട് പോയി വിജയിപ്പിച്ച് തരണമെന്ന്. ഷെരീഫിന്റെ ചികിത്സയ്ക്ക് സഹായം കണ്ടെത്തുവാൻ അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ 8463 എന്ന അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ഉദാരമതികൾ ഈ അക്കൗണ്ട് നമ്പറിലോ കോട്ടോപ്പാടം മുസ്ലിം ജമാഅത്ത് മഹല്ല് കമ്മിറ്റിയിലോ സഹായങ്ങൾ നൽകണമെന്നാണ് ഈ നിർധന കുടുംബത്തിന്റെ അഭ്യർത്ഥന. ഇടവേള. വാർത്തകൾ തുടരുന്നു. ധനലക്ഷ്മി ബാങ്കിനെയും ധനലക്ഷ്മി ബാങ്ക് ജീവനക്കാരെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമര പ്രചരണ ജാഥയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി. ഒറ്റപ്പാലം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നൽകിയ സ്വീകരണ യോഗം NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം KMS രാജൻ ഉദ്ഘാടനം ചെയ്തു. ധനലക്ഷ്മി ബാങ്ക് ഓഫീസേഴ്സ് സമരസഹായ സമിതിയുടെ നേതൃത്വത്തിൽ 13, 14 തീയതികളിലായാണ് പ്രചരണ ജാഥ നടത്തുന്നത്. അന്യായമായ സ്ഥലമാറ്റങ്ങളും പിരിച്ചുവിടലും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. തിങ്കളാഴ്ച പാലക്കാട് നിന്നും ആരംഭിച്ച ജാഥയ്ക്ക് കൊടുന്തരപ്പള്ളി, പറളി, കോങ്ങാട് എന്നീ സ്ഥലങ്ങളിലും സ്വീകരണം നൽകി. ഒറ്റപ്പാലത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ KSTA ജില്ലാ സെക്രട്ടറി പ്രഭാകരൻ അധ്യക്ഷനായി. IM സതീശൻ, സജി വർഗീസ്, ബിശ്വാസ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്തായ ആശയങ്ങളെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകാൻ വെള്ളിനഴി ഗവൺമെന്റ് LP സ്കൂളിൽ ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നു. 2 ലക്ഷത്തോളം രൂപ ചെലവിൽ നിർമ്മിച്ച പ്രതിമ സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ അനാച്ഛാദനം ചെയ്യും. കൊപ്പം പുലാശ്ശേരി സ്വദേശിയായ ശില്പി മഹേഷാണ് പ്രതിമ നിർമ്മിച്ചത്. ചരിത്ര പുരുഷന്മാരുടെ അടയാളമോ സ്മാരകമോ ഇല്ലാത്ത വെള്ളിനേഴിയിൽ ഗവൺമെന്റ് LP സ്കൂൾ PTA മുൻകൈയെടുത്താണ് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നത്. കമ്പിയും കോൺക്രീറ്റും ഉപയോഗിച്ച് 2 മാസം കൊണ്ടാണ് കൊപ്പം പുലാശ്ശേരി സ്വദേശിയായ ശില്പി മഹേഷ് നാരായണൻ പ്രതിമയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 6.5 അടിയോളം ഉയരം വരുന്നതാണ് പ്രതിമ. 40-ലേറെ ഗാന്ധി ചിത്രങ്ങൾ ദിവസങ്ങളോളമെടുത്ത് സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷമാണ് മഹേഷ് പ്രതിമാ നിർമ്മാണത്തിലേക്ക് കടന്നത്. ലോകാരാധ്യനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമാ നിർമ്മാണ വേളയിൽ ഒന്ന് പരിഭ്രമിച്ചുപോയി മഹേഷ്. എല്ലാവർക്കും പരിചിതമുള്ള ഗാന്ധിജിയുടെ മുഖത്തിന് പൂർണ്ണത കിട്ടുമോ എന്നതായിരുന്നു സംശയം. നിർമ്മാണം കഴിഞ്ഞപ്പോൾ അഭിനന്ദന പ്രവാഹങ്ങൾക്കിടയിൽ ഈ പരിഭ്രമമെല്ലാം ഒലിച്ചുപോയി.
सहज प्यारे तू सीताराम. പേടിയുണ്ടായിരുന്നു. എന്തെങ്കിൽ ഇത് ഒരുപാട് പേര് അറിയുന്നതാണല്ലോ ശരി. രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണുന്നതാണ് ഈ സാധനം. നൂറ്റിലായിട്ടും രാഷ്ട്രപിതാവാണ്, എല്ലാവരും അറിയുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെതായിട്ട് പേടിയുണ്ട്. പിന്നെ ഇത് വന്നപ്പോൾ ഭയങ്കര സംതൃപ്തിയുണ്ട്. എന്തായാലും നന്നായി അഭിപ്രായം പറയുമ്പോൾ സംതൃപ്തിയുണ്ട്. 1930 മാർച്ച് 12 ഉപ്പു സത്യാഗ്രഹത്തിന് തയ്യാറെടുത്തുകൊണ്ട് ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദണ്ഡി കടപ്പുറത്തേക്ക് ദൃഢനിശ്ചയത്തോടെ വേഗത്തിൽ കടന്നുപോകുന്ന രംഗമാണ് മഹേഷിന്റെ കരവിരുതിൽ പിറന്നത്. പ്രശസ്ത കഥകളിക്കോപ്പ് നിർമ്മാണ കലാകാരൻ കോതാവിൽ രാമൻകുട്ടിയാണ് പ്രതിമാ നിർമ്മാണത്തിന് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയത്. ചരിത്രപരമായ ദൃശ്യങ്ങളും മറ്റുമൊരുക്കി വെള്ളിനേഴി ഗവൺമെന്റ് LP സ്കൂളിന്റെ മുറ്റം നിറയ്ക്കാനാണ് പദ്ധതിയെന്ന് ഹെഡ്മാസ്റ്റർ വി രാമൻകുട്ടി പറഞ്ഞു. വെള്ളിനേഴി പ്രദേശത്ത് ആദ്യമായാണ് ഒരു ചരിത്ര പുരുഷന്റെ പ്രതിമ സ്ഥാപിക്കാനുള്ള പരിശ്രമം നടക്കുന്നത്. അതിന് തുടക്കമിടാൻ കഴിഞ്ഞു എന്നതിൽ സ്കൂൾ PTA-ക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. സ്കൂൾ PTA-യിൽ ഒരു ചർച്ച ഉയർന്നു വരികയുണ്ടായി. അതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്തിൻ്റെ, കേരളത്തിൻ്റെ, ഇന്ത്യയുടെ, ലോകത്തിൻ്റെ തന്നെ ചരിത്രവും സംസ്കാരവും തുളുമ്പുന്ന ദൃശ്യങ്ങളെ കൊണ്ട് സ്കൂൾ ക്യാമ്പസ്, കെട്ടിടവും ക്ലാസ് മുറികളും മുറ്റവും വളപ്പുമെല്ലാം എത്രമാത്രം മാറ്റിയെടുക്കാൻ കഴിയുമെന്ന പരിശ്രമത്തിലാണ് ഞങ്ങൾ. അധികാര കേന്ദ്രങ്ങളുടെ മേശപ്പുറത്തും മുഷിഞ്ഞ കറൻസി നോട്ടിലും കാണുന്നതിൽ നിന്നും കൂടുതൽ ശോഭയുണ്ട് മഹേഷ് നിർമ്മിച്ച ഈ ഗാന്ധിജിയുടെ മുഖത്തിന്. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഈ ലോകത്ത് നാളെയുടെ പ്രതീക്ഷകളായ ഈ കൊച്ചു കുട്ടികൾക്കൊപ്പം ചെലവിടാനാകുന്നതിന്റെ സംതൃപ്തിയാകാം ഈ പ്രസരിപ്പിന് കാരണം. ഗാന്ധിജി ഇവരോടിങ്ങനെ പറയുന്നുണ്ടാകും നിശബ്ദമായെങ്കിലും, ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയുമല്ലാതെ മറ്റൊന്നും എനിക്ക് ലോകത്തെ പഠിപ്പിക്കാനില്ല. രഘുപതി രാഘവ രാജാ राम पतित पावन सीताराम. എല്ലാ ജീവനക്കാർക്കും പരിധിയില്ലാതെ ഒരു മാസത്തെ ശമ്പളം ബോണസായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാരും അധ്യാപകരും FSCTO താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് കൂട്ടധർണ നടത്തി. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം K. സുരേഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. E. മുഹമ്മദ് ബഷീർ, T. രാമചന്ദ്രൻ, വിജയൻ, CS ശ്രീനിവാസൻ, PA ഹസൻ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പെരുന്നാൾ, ഓണം ആഘോഷങ്ങൾക്കുള്ള വസ്ത്രവിപണി ഉണരുന്നു. ഇത്തവണ പെരുന്നാളിന് പുറമെ ഓണവും എത്തുന്നതോടെ വസ്ത്രവിപണിയിൽ തിരക്ക് ഇരട്ടിയാണ്. പുത്തൻ ഡിസൈൻ, ഫാഷൻ വസ്ത്രങ്ങളാണ് ഇത്തവണയും പെരുന്നാൾ, ഓണ വസ്ത്രവിപണി കീഴടക്കിയിരിക്കുന്നത്. ചെറിയ പെരുന്നാൾ ആഘോഷത്തിന് ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. ഇത്തവണ പെരുന്നാളിന് പുറകെ ഓണവും എത്തും. പെരുന്നാളിന് മുമ്പുള്ള വിപണിയിൽ വസ്ത്രാലയങ്ങളിൽ തന്നെയാണ് ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. നോമ്പ് തുറന്ന് രാത്രി ഏറെ വൈകിയും കുടുംബസമേതം വസ്ത്രങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ വൻ തിരക്കാണ് നഗരങ്ങളിലെ വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളിലെല്ലാം. പെരുന്നാൾ വസ്ത്രവിപണിയിൽ രാത്രി ഏറെ വൈകിയും തിരക്കൊഴിയുന്നില്ല. പുത്തൻ ഡിസൈനുകളുള്ള മോഡൽ വസ്ത്രങ്ങൾക്കാണ് ഇത്തവണയും പെരുന്നാൾ വിപണിയിൽ പ്രിയം. ഏറെ പുതുമകളുള്ളത് സ്ത്രീകളുടെ വസ്ത്രങ്ങൾക്ക് തന്നെയാണ്. സിനിമയിലെ വസ്ത്രാലങ്കാരത്തിന്റെ വൈവിധ്യങ്ങളും പതിവ് പോലെ വസ്ത്രവിപണിയിൽ ചുവടുപിടിച്ചു. സമീപകാലത്തിറങ്ങിയ തട്ടത്തിൻ മറയത്ത്, ഉസ്താദ് ഹോട്ടൽ, മായാമോഹിനി, മല്ലു സിംഗ്, ഡയമണ്ട് നെക്ലസ് തുടങ്ങിയ ചിത്രങ്ങളിലെ താരങ്ങളണിഞ്ഞ വസ്ത്രങ്ങളുടെ ചുവടുപിടിച്ചെത്തിയ സൽവാർ, ചുരിദാർ, സാരികൾ, മിഡി, ടോപ്പ് എന്നിവ വസ്ത്രവിപണി കീഴടക്കിയിട്ടുണ്ട്. ഈ ഇനങ്ങൾക്ക് 400 മുതൽ 5000 രൂപ വരെയാണ് വില. വൻകിട വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളിലാണെങ്കിൽ 10,000 രൂപയോളം വില വരും. വിപണിയിലെത്തിയ പുരുഷ വസ്ത്രങ്ങളിലും വൈവിധ്യങ്ങൾ ഏറെയാണ്. വിപണിയെ ആകർഷിക്കാൻ വസ്ത്രവ്യാപാര കേന്ദ്രങ്ങൾ പലവിധ വാഗ്ദാനങ്ങളും സമ്മാന പദ്ധതികളും ഒരുക്കിയിട്ടുണ്ട്. ഇത്തവണ പെരുന്നാളിന് പുറകെ ഓണവും എത്തുന്നതിനാൽ നഗരങ്ങളിലെയും വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളിലെയും തിരക്ക് ഇരട്ടിയായിരിക്കുകയാണ്. പട്ടാമ്പിയിൽ ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. CP മുഹമ്മദ് MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി പോലീസിന്റെയും പട്ടാമ്പി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ അൽസലാമ ആശുപത്രിയുമായി സഹകരിച്ചാണ് സൗജന്യ നേത്രചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്തുത്യർഹമായ സേവനമാണ് കേരള പോലീസിന്റേതെന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത CP മുഹമ്മദ് MLA പറഞ്ഞു.
കേരളത്തെ പോലെ പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്ത് പലപ്പോഴും പോലീസ് കഴിവ് തെളിയിച്ച ഒരു സേനയാണ്. പലപ്പോഴും കേരള പോലീസിന് കഴിവില്ല, കേരള പോലീസ് മാറി മറ്റു CBI ഒക്കെ കേസ് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഈ സംസ്ഥാനത്ത് പ്രമാദമായ ഒരുപാട് കേസുകൾ തെളിയിക്കുവാൻ നമ്മുടെ പോലീസ് സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ കൊള്ള നടത്തിയ പ്രതിയെ ഒരു സ്കൂൾ കുട്ടിയുടെ പാഠപുസ്തകമല്ല നോട്ട് പുസ്തകത്തിന്റെ ഒരു ഏട് കിട്ടിയതിന് തുമ്പായി കണ്ടുകൊണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത പോലീസിന്റെ കഴിവ്. സന്നദ്ധ രക്തദാന സേന രൂപീകരണവും ചടങ്ങിൽ നടന്നു. സർക്കിൾ ഇൻസ്പെക്ടർ KM ദേവസ്യ, SI PS ബിനു, പട്ടാമ്പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC മണികണ്ഠൻ, TP ഷാജി, അഡ്വക്കേറ്റ് VK സ്മിത, B2 ഓഫീസർ രാംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കൂടി വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം മനശ്ശേരി സരസ്വതി വിലാസം ലോവർ പ്രൈമറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ബുധനാഴ്ച മുതൽ ആരംഭിക്കും. പരിപാടിയുടെ ഉദ്ഘാടനം K സലീഖ MLA നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2012 ജൂൺ മുതൽ 2013 ഫെബ്രുവരി വരെയാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. 100 ചെരാതുകൾ തെളിയിച്ചുകൊണ്ട് ആരംഭിച്ച ആഘോഷ പരിപാടികളുടെ ഭാഗമായി പൂക്കള മത്സരം, ഗാന്ധിജിയെ അറിയൽ, സെമിനാർ, പൊറാട്ട് നാടകം, ചിത്രരചന, നീന്തൽ പരിശീലനം, മെഡിക്കൽ ക്യാമ്പ്, ട്രാഫിക് ബോധവൽക്കരണം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം ഞെരളത്ത് ഹരിഗോവിന്ദൻ നിർവഹിക്കും. വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് M കൃഷ്ണൻ നമ്പൂതിരി, PTA പ്രസിഡന്റ് PK രാജഗോപാലൻ, പ്രധാനാധ്യാപിക N പത്മിനി, PN ബേബി, പ്രിയ, K ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. മലങ്കര കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലുള്ള സമൃദ്ധി സാമൂഹ്യക്ഷേമ കൂട്ടായ്മയുടെ കരിമ്പ മേഖലാ സംഗമം ബുധനാഴ്ച മാച്ചാന്തോടെ നടക്കും. സംഗമത്തിന്റെ ഉദ്ഘാടനം ഊർജ്ജ ഗതാഗത വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ മണ്ണാർക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫാദർ ഗീവർഗീസ്, മേലെപീടികയിൽ ഫാദർ അഗസ്റ്റിൻ, കുഞ്ഞിമോൻ, സിനി, ബീന, ബിജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്റ്റുഡിയോകൾക്ക് വർദ്ധിപ്പിച്ച കറന്റ് ചാർജ് കുറയ്ക്കണമെന്ന് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മണ്ണാർക്കാട് മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അധ്യാപക, അനധ്യാപക ജീവനക്കാർ ഫോട്ടോഗ്രാഫി ജോലി ചെയ്യുന്നത് ശിക്ഷാർഹമാണെന്നും സർക്കാർ തീരുമാനം ഇക്കാര്യത്തിൽ സ്വാഗതാർഹമാണെന്നും ഭാരവാഹികൾ മണ്ണാർക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പച്ചക്കറിയുടെ വില നിയന്ത്രിക്കുന്നതാരെ? സപ്ലൈകോയിൽ പൊതുവിപണിയേക്കാൾ വില കൂടുതൽ. വില വ്യത്യാസം 1 രൂപ മുതൽ 6 രൂപ വരെ. മുസ്ലിം ലീഗിന്റെ തടവറയിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ. ഉമ്മൻചാണ്ടി ലീഗിന്റെ ആജ്ഞാനുവർത്തിയായെന്നും CK രാജേന്ദ്രൻ. എലിയപ്പറ്റ കുളപ്പള്ളി റോഡ് നിർമ്മാണം മന്ദഗതിയിൽ. കൈലിയാട് മുതൽ എലിയപ്പറ്റ വരെ റോഡ് തകർന്നു. ടെൻഡർ പുതുക്കി നൽകാൻ കരാറുകാരന്റെ സമ്മർദ്ദമെന്നും ആരോപണം. 2 വൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സയ്ക്കായി സഹായം തേടുന്നു. ചികിത്സയ്ക്കായി ഓരോ ആഴ്ചയും ചിലവിടുന്നത് ഭീമമായ തുക. ധനലക്ഷ്മി ബാങ്ക് സംരക്ഷിക്കാൻ ജീവനക്കാരുടെ പ്രക്ഷോഭം. ബാങ്കിനെയും ജീവനക്കാരെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർ രംഗത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.